എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മെർമെയ്ഡ് ടൈപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള മെർമെയ്ഡ് ടെയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് നമുക്ക് മോൾഡ് ഇല്ലാതെ തന്നെ സുഖമായിട്ട് തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പം അതിന് വേണ്ടി ഈ ഒരു ടൈപ്പ് കേക്ക് നമുക്ക് സീ തീമിൽ അല്ലെങ്കിൽ മെർമെയ്ഡ് കേക്ക് തീമിലൊക്കെ നമുക്ക് ഓർഡർ കിട്ടിയാൽ സുഖമായിട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ഫോണ്ടൻറ്റ് ഏതെങ്കിലും ഒരു ജെൽ കളർ, ബ്ലൂ ആയിരിക്കും കൂടുതൽ അനുയോജ്യം. അപ്പോൾ ആ ഒരു കളറിൽ നമ്മൾ നന്നായിട്ട് ആദ്യം കുഴച്ചെടുക്കണം. അത് ഫസ്റ്റ് നിർബന്ധമാണ്. കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കുക. കണ്ടില്ലേ, ഒരു ഭാഗത്ത് ആദ്യം നമ്മളൊരു നീണ്ട പൈപ്പ് പോലെ ആക്കിയിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കണം. ഒരു ഭാഗത്ത് കട്ടി കുറവും ഒരു ഭാഗത്ത് ഇച്ചിരി കട്ടി കൂടുതലും വേണം. എന്നിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ആ ഒരു ടെയിലിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നടുഭാഗം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്നൊന്ന് കട്ടി കൂടുന്നെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തിയും കൊടുക്കുക. സ്റ്റിക്കിയായി തോന്നിയാൽ കുറച്ച് കോൺഫ്ലവർ തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു രൂപത്തിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കണം. ഒരു പ്രയാസമില്ല. ഇങ്ങനെ ആക്കിയെടുത്തു. എന്നിട്ട് ആ ഒരു അറ്റം നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. കട്ടി കുറക്കാൻ വേണ്ടിയിട്ടാണ്. അറ്റം ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് ഏതെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്കൊന്ന് മുറിച്ച് മാറ്റണം. അപ്പോൾ ആ മുറിച്ച് മാറ്റിയതിൻ്റെ ആ ഒരു ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ആക്കിയിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഈ രീതിയിൽ ചെയ്തെടുത്തിട്ട് ഇനി നമ്മളതിൽ ലൈൻസ് കൊടുക്കണം. ഈ ടെയിലിൽ നിറയെ ലൈൻസ് പോലെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഒരു നീഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ ആ ഒരു കട്ടി കുറയും. കട്ടിയിലല്ലല്ലോ ടെയിലിൻ്റെ ആ ഭാഗം ഉണ്ടാവുക, കുറച്ച് നൈസായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കൂർത്ത നീഡിൽ പോലത്തെ സാധനം കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അത് ഇന്ന രീതിയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, കുറച്ച് ലൈൻസ് വേണമെന്നേ നമുക്ക് ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈൻസ് വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക. അതിൻ്റെ ടിപ്പൊക്കെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക. ഇനി കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടി നമുക്ക് കുറയ്ക്കാം. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കണം. കറക്റ്റ് സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് കുത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. നമുക്കറിയാലോ, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടല്ലല്ലോ ഒരു ഫിഷിൻ്റെ പുറം ഭാഗം ഉണ്ടാവുക. അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു സീ പോലെയുള്ള ഇങ്ങനെ ഷേപ്പ് ഉണ്ടാവില്ലേ നമുക്ക്. അപ്പോൾ അതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ അത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിൻ്റെ മെറ്റീരിയൽസിൽ അതിൻ്റെയൊക്കെ ടൂൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രോ എടുക്കുക. ആ സ്ട്രോ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് അങ്ങോട്ട് നടുവെച്ച് പിളറുക. അപ്പോൾ നമുക്കിങ്ങനെ സീ ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വെറുതെ ഒരു ടൂളിൻ്റെ ആവശ്യവും ഇല്ല, ഒരു സ്ട്രോയുടെ ആവശ്യമേ ഉള്ളൂ. ആ സ്ട്രോൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ച് അങ്ങോട്ട് മുറിച്ചാൽ മതി. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു തീം കേക്കിൽ 2 ടെയിലാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ 2 ടെയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുക. പണി കഴിഞ്ഞു. ഇനി ഇതൊരു നല്ല പോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം വയ്ക്കുക. കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തലേദിവസം നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ പുറത്ത് കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് ഞാനൊന്നൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിനൊരു കറക്റ്റ് ഫിനിഷിങ് ഉണ്ടാവുക. ഇനി ഇതേപോലത്തെ സീഷെൽസിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ ഈ മെർമെയ്ഡ് തീം കേക്കും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്